നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മുന്നോടിയായി ആദ്യത്തെ കടമ്പയായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്ന ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസരത്തിലേക്ക് എല്ലാ മുന്നണികളും നീങ്ങി തുടങ്ങിയെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും മുൻപിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നയിക്കേണ്ട പല നേതാക്കന്മാരും മാറിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് മറ്റൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, വീണ ജോർജിന് മത്സരിക്കാൻ താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ശിവൻകുട്ടിയും ഇത്തരത്തിൽ തനിക്ക് നേമത്ത് മത്സരിക്കാൻ താല്പര്യമില്ല, നേമത്ത് എന്നല്ല മറ്റെവിടെയും മത്സരിക്കാൻ തൽക്കാലം താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പോ ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ നേമത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും BJP സ്ഥാനാർത്ഥി എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ആയിരിക്കും കോൺഗ്രസ് നിർത്തുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ഭയം കൊണ്ട് അല്ലെങ്കിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അതുപോലെ തന്നെ ഇനി മത്സരിച്ചാൽ ചിലപ്പോൾ മറ്റു പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന പല രഹസ്യങ്ങളും പുറത്തേക്ക് വരേണ്ടി വരുമെന്നുള്ള ഭയമായിരിക്കും ശിവൻകുട്ടി ഇങ്ങനെ മാറ്റി നിർത്തുന്നത്. സ്വാഭാവികമായിട്ടും ശിവൻകുട്ടിയുടെ പെട്ടെന്നുള്ള തീരുമാനം, ശിവൻകുട്ടി ഫസ്റ്റ് തന്നെ പറയാണ് ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്തുനിന്നാണ് ചർച്ചകളെല്ലാം ആരംഭിക്കുന്നത്. അപ്പം ശിവൻകുട്ടിന്റെ ഒരു ഭയം തന്നെയാണ് ഈ ചർച്ചകളൊക്കെല്ലാം വഴിവെച്ചിട്ടുള്ളത്. ശിവൻകുട്ടിന്റെ ഭയം എന്ന് പറയുന്നത് നിയമം എന്നത് BJPക്ക് അത്ര കണ്ട് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും 2008 പുനർനിർണയത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ BJPയുടെ ഗ്രാഫ് അത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേമത്തുള്ള ഒരു BJP അക്കൗണ്ട് പൂട്ടിച്ച താനാണ് എന്ന് എപ്പോഴും വിരോധം പറയുന്ന ശിവൻകുട്ടിക്ക് ഇനി മത്സരിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയൊരു തിരിച്ചടിയായിരിക്കും. ഇതുവരെ ഉണ്ടാക്കി വെച്ച ഇമേജ് മൊത്തം പോകും. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് വലിയ ഒരു ഭരണവിരുദ്ധത എല്ലാം നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. BJPക്ക് ഇക്കഴിഞ്ഞ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ 22ഓളം സീറ്റുകൾ വരുന്നത് ഈ നിയമസഭാ മണ്ഡലത്തിനുള്ളിലാണ്. അതിൽ 17ഓളം പിടിച്ചെടുത്തുള്ളത് BJP തന്നെയാണ്. ആകെ 5 സീറ്റിൽ മാത്രം ഉറപ്പിക്കാനായിട്ട് LDFന് സാധിച്ചിട്ടുള്ളൂ. ഈ കണക്ക് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും. ഈ ശിവൻകുട്ടി തന്നെ മത്സരിക്കുകയാണെങ്കിൽ വലിയ വിജയത്തിൽ വിജയിച്ച് വന്നിട്ട് കുമ്മനം രാജശേഖരനെ പോലുള്ള ഒരു നേതാവിനെ പരാജയപ്പെടുത്തി വിജയിച്ച് വന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം പുറത്തുനിന്നുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിനെ പോലെ വരുത്തനാണ്, രാഷ്ട്രീയം അറിയാത്ത നേതാവ്. അദ്ദേഹത്തോട് മത്സരിച്ച് പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ ഇത്രയധികം അറിവും അതുപോലെ തന്നെ അനുഭവ സമ്പത്തുമുള്ള ഒരു നേതാവിന് വലിയ തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് ഭയം തന്നെയാണ് വി ശിവൻകുട്ടിയെ കൊണ്ട് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ CPM കൈയൊഴിയുന്നുണ്ട്. ഗോവിന്ദ മാഷ് അപ്പൊ തന്നെ പറയുന്നുണ്ട് അതെങ്ങനെയാണ് വി ശിവൻകുട്ടിക്ക് അത് സ്ഥാപിക്കാൻ പറ്റുക, അത് പാർട്ടിയല്ല തീരുമാനിക്കുന്നത് ഗോവിന്ദൻകുട്ടി തിരിച്ച് ചോദിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ നമുക്കറിയാം 2011 ഇത്തരത്തിൽ ശിവൻകുട്ടി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2016 ശിവൻകുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് BJPയുടെ ഒരു മുന്നേറ്റം നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നു നിയമത്തെ. അതിനുശേഷം വീണ്ടും 2021 ഇദ്ദേഹം തന്നെ മത്സരിച്ച് MLA ആയി വരികയും പിന്നീട് മന്ത്രിയാവുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് കുമ്മനം രാജശേഖരനെ പോലെ ഒരു വ്യക്തിയെ തോൽപ്പിച്ചുകൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരു ഇത്രത്തോളം പരിചയസമ്പന്നനായ ഒരു വ്യക്തിയെ തോൽപ്പിക്കാൻ BJPക്ക് കഴിയുമെന്നുള്ളതിന് തെളിവാണ് 2016 നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ മറ്റൊരു സംശയം ഉദിക്കുന്നത്, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പറയപ്പെടുന്നത് പോലെ BJP CPM തമ്മിലൊരു സഖ്യമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആണ് നിയമത്ത് മത്സരിക്കുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള CPMന്റെയോ അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെയോ തന്ത്രപരമായ നീക്കമായിരിക്കണം ഈ ഒരു മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. കാരണം ഈ പറയുന്ന ശിവൻകുട്ടി കൃത്യമായി പറയുന്നുണ്ട്, പാർട്ടി തീരുമാനിച്ചാൽ താൻ മത്സരിച്ചേക്കും, പാർട്ടി തീരുമാനിക്കുകയാണ് മത്സരിക്കും, വ്യക്തിപരമായി തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ പാർട്ടി പോലും BJP സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അറിഞ്ഞുകൊണ്ട് താൻ ഒരു ബലിയാടാകുന്നത് പോലെയുള്ള ഒരു സാഹചര്യമായിരിക്കാം നിയമത്തെ ശിവൻകുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത്. കൂടെ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന കോൺഗ്രസിൽ അവിടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുള്ള ചില പേരുകളിൽ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേരാണ് വൈഷ്ണയുടേത്. നമുക്കറിയാം മുട്ടടയിൽ മത്സരിച്ച് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിജയിച്ചു വന്ന ഒരു 24-കാരി പെൺകുട്ടി ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഈ സാഹചര്യത്തിൽ നേമത്ത് വന്ന് വൈഷ്ണയെ പോലെ അത്രത്തോളം ഒരർത്ഥത്തിൽ ഈ പറയുന്ന മുട്ടടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ കേരളം ഒട്ടാകെ അറിയിച്ചത് CPMന്റെ ചില കരുക്കൾ നീക്കൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു സമയത്ത് ഈ പറയുന്ന വൈഷ്ണവ് വന്ന് നിയമത്ത് മത്സരിച്ച് ശിവൻകുട്ടിക്കെതിരെ മത്സരിച്ചാൽ BJPയുടെ രാജീവ് ചന്ദ്രശേഖറും വൈഷ്ണവ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തിയും നിയമത്ത് വന്നാൽ ശിവൻകുട്ടിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോയേക്കാമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത ശേഷം BJPക്ക് വലിയ നേട്ടമുണ്ടായിട്ടുണ്ട്. പല BJP അതുവരെ ഉയർന്നിട്ടുണ്ടായിരുന്ന
ഉണ്ടായിരുന്ന പല ഗ്രൂപ്പ് തർക്കങ്ങളും പ്രത്യക്ഷത്തിലേക്ക് വരാതെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അതുവരെ ഉണ്ടായിരുന്ന BJPയുടെ ഒരു ഇമേജിന് ചെറിയ തോതിലെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടൊരു മാജിക് നമ്പർ പറയുകയാണ്, 50 സീറ്റുകൾ അല്ലെങ്കിൽ 51 സീറ്റുകൾ എന്ന് പറയുന്ന ആ മാജിക് നമ്പറിലേക്ക് എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് K. സുരേന്ദ്രൻ ഇതിലും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ്, പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ അതുവരെ നമ്മൾ എങ്ങനെയാണോ BJPയെ കണ്ടിരുന്നത്, നമ്മളൊരിക്കലും BJP ഒരു മൂന്നാം മുന്നണിയായി പോലും കണ്ടിരുന്നില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോടെ ഈ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ BJP എന്നത് പ്രധാനപ്പെട്ട ഒരു മുന്നണിയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷവും അതേസമയം തന്നെ വലതുപക്ഷവും ഭയപ്പെടുന്ന ഒരു തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വി ശിവൻകുട്ടിയുടെ ഭയം, ഒന്ന് BJP മത്സരിക്കുകയാണെങ്കിൽ അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുകയുള്ളൂ. കാരണം BJPയെ സംബന്ധിച്ച് BJPക്ക് അത്ര വിശ്വാസമുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. സ്വാഭാവികമായിട്ടും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തും. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുകയാണെങ്കിൽ വോട്ടുകൾ മറിയാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത് വൈഷ്ണ എന്ന സ്ഥാനാർത്ഥിയാണ്. വൈഷ്ണയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വൈഷ്ണ വിജയിച്ച ഒരു വ്യക്തിയാണ്. ആ ആരോപണമെല്ലാം വിവാദങ്ങളെല്ലാം തന്നെ വന്നപ്പോൾ തന്നെ ഏറെക്കുറെ മുട്ടടയിലെ വിജയം ഉറപ്പായി കഴിഞ്ഞൊരു സാഹചര്യമാണ്. വി ശിവൻകുട്ടിയെ സംബന്ധിച്ച് നിരവധി വിവാദങ്ങൾ, സ്വന്തമായിട്ടല്ലെങ്കിലും പാർട്ടിയിൽ നിന്ന് നിരവധി വിവാദങ്ങളുണ്ട്, ഭരണവിരുദ്ധത നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെയും വൈഷ്ണയെയും തോൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കടമ്പ തന്നെയാണ്. അതുകൊണ്ടൊരു നേരിയ ഭയമുണ്ട്. പക്ഷെ അതേസമയം മറ്റൊന്നുണ്ട്, CPM-നെ സംബന്ധിച്ച് വി ശിവൻകുട്ടി അവിടെ മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ വി ശിവൻകുട്ടിയേക്കാൾ മികച്ച സ്ഥാനാർത്ഥി അവിടെ നിർത്തുക എന്ന് പറയുന്ന വലിയൊരു കടമ്പ, അത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM-ൽ എടുത്തു പറയത്തക്ക നേതാക്കന്മാർ എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേര് മാത്രമാണ്. പക്ഷേ KK ശൈലജന്റെ പേരും അതുപോലെ തന്നെ P. ജയരാജന്റെ പേരും നിയമത്ത് ഉയർന്നു വരാനുള്ള സാധ്യത ഒരു കാരണം CJP എന്നുള്ള ബാന്ധവം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും അത് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് വി ശിവൻകുട്ടി ഇല്ലെങ്കിൽ മറ്റാരെ എന്നുള്ള ചോദ്യത്തിന് പ്രഗത്ഭരായ അല്ലെങ്കിൽ അത്ര കണ്ട് അനുഭവ സമ്പത്തുള്ള മുതിർന്ന നേതാക്കളെ തന്നെ പേരുകൾ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് CPM കടന്നത്. അതെ, പക്ഷേ ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ CPM-ന്റെ നേതൃത്വങ്ങളിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ശിവൻകുട്ടിക്ക് പകരം മറ്റാര് എന്നൊരു ചോദ്യത്തിന് ഇപ്പോൾ നിലവിൽ അവിടെ ഉത്തരമില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ കയ്യിൽ നിലവിലുള്ള സ്ഥാനാർത്ഥികൾ ഈ പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ എണ്ണം വളരെ കോൺഗ്രസിനെ അപേക്ഷിച്ച് വളരെ ചുരുക്കമാണ്. ഇതിൽ നിന്നും ഏറ്റവും പ്രഗത്ഭരായവരെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും ഈ പറഞ്ഞ CPM-ന് സൃഷ്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ശിവൻകുട്ടിക്ക് പകരം മറ്റാര് എന്നുള്ളൊരു ചോദ്യത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉയരുന്നത് ഈ തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ ചർച്ച ചെയ്തതുപോലെ വട്ടിയൂർക്കാവിൽ ഈ പറയുന്നത് പോലെ വട്ടിയൂർക്കാവിൽ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിലും നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുകയാണെങ്കിലും CPM-ന്റെ ഒരു അന്തർധാര അല്ലെങ്കിൽ അവരുടെ ഒരു നീക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നും അതുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് ഇങ്ങനെ ഒരു മാറ്റം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വയം ബലിയാടാകാനുള്ള ഒരു മടി. CPM നേതാവാണല്ലോ, ഇത്രയും നാൾ CPM-ന്റെ നല്ലൊരു നേതാവായി ഉയർന്ന ഒരു നിലയിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് താഴേക്ക് വീഴ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇനി എന്തായാലും വരുന്ന സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, ഇപ്പോൾ ശിവൻകുട്ടി മത്സരിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വൈഷ്ണ തന്നെയാണോ എന്നുള്ള വാർത്തകൾ, അല്ലെങ്കിൽ ഇതുമായി കൂടുതൽ അപ്ഡേഷൻസ് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. വരുമ്പോൾ നമുക്ക് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിരിക്കാം.